നമസ്കാരം. നിങ്ങൾ തന്ന വിവരങ്ങൾ വെച്ചിട്ട് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ നടക്കുന്ന ചില പ്രധാന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അല്ലേ? തീർച്ചയായും. റിസർവ് ബാങ്കിന്റെ പുതിയ നീക്കങ്ങള്, പിന്നെ ഇന്നലെ മാർക്കറ്റിൽ കണ്ട ആ ഒരു ഇടിവ്, രൂപയുടെ ഇപ്പോഴത്തെ ഒരു മുന്നേറ്റം, വരാനിരിക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അതെ. കാര്യങ്ങൾ ശരിക്കും പെട്ടെന്നാണ് മാറുന്നത്. ഇന്നലെ നോക്കുവാണെങ്കിൽ ജൂലൈ 3 ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു താഴ്ച കണ്ടു. പക്ഷെ അതേസമയം ഡോളറിനെതിരെ രൂപ മെച്ചപ്പെട്ടു. ശരിയാണ്. പിന്നെ പൈസയുടെ ലഭ്യത കുറയ്ക്കാൻ RBI ഒരു പ്രധാന സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അമേരിക്കയുമായുള്ള ട്രേഡ് ചർച്ചകൾ, പിന്നെ ഈ IPO മാർക്കറ്റും എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് ജൂലൈ 4 അമേരിക്കൻ മാർക്കറ്റ് അവധിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇമ്പാക്റ്റും ഉണ്ടാവാം. നമുക്ക് വിശദമായിട്ട് നോക്കാം ഓരോന്നായിട്ട്. കോടി രൂപയുടെ വേരിയബിൾ റേറ്റ് റിവേഴ്സ് റിപ്പോ ലേലം, അതായത് VRRR പ്രഖ്യാപിച്ചല്ലോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണിത്? എന്തിനാണ് ഈ ഒരു സ്റ്റെപ്പ്? പറയാം. ഇത് ശരിക്കും ബാങ്കുകളുടെ കയ്യിലുള്ള അധിക പണമുണ്ടല്ലോ, അത് കുറഞ്ഞ കാലത്തേക്ക് RBIയിലേക്ക് മാറ്റുന്ന ഒരു ടൂളാണ്. ഓക്കെ. ഇപ്പൊ ബാങ്കിംഗ് സിസ്റ്റത്തിലെ ഏതാണ്ട് 3.75 ലക്ഷം കോടി രൂപ അധികമായിട്ടുണ്ടിത്. കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും കൂടിയ അളവാണ്. ഓഹോ, അത്രയ്ക്കുണ്ടോ? അതെ. അപ്പൊ ഈ അധികമുള്ള പണം തിരിച്ചെടുക്കാനാണ് ഈ 7 ദിവസത്തെ ലേലം. ഇതിന്റെ ഒരു എഫക്റ്റ് എന്താന്ന് വെച്ചാൽ, ബാങ്കുകൾ തമ്മിൽ കടം കൊടുക്കുന്ന പലിശ നിലക്കില്ലേ, കോൾ മണി റേറ്റ്, കോൾ മണി, അത് RBIയുടെ പ്രധാന റേറ്റ്, റിപ്പോ റേറ്റ് 5.5% ഇപ്പോ. അതിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും മാർക്കറ്റിലെ ലിക്വിഡിറ്റി, അതായത് പണലഭ്യത കുറയുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. പണപ്പെരുപ്പം പിടിച്ചു നിർത്താനുള്ള ശ്രമം കൂടിയാണിത്. അപ്പോ ഈ പണം സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനെ തിരിച്ചെടുക്കുന്നത് സാധാരണക്കാരെ, നമ്മളെപ്പോലുള്ളവരെ എങ്ങനെ ബാധിക്കാം? ഇപ്പോ ബാങ്ക് ലോണിന്റെ പലിശയൊക്കെ പെട്ടെന്ന് കൂടുമോ? പെട്ടെന്ന് അങ്ങനെ വലിയ മാറ്റം വരില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. സിസ്റ്റത്തിൽ പൈസ കുറയുമ്പോൾ ഭാവിയിൽ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നതിന്റെ പലിശ കൂടാൻ ഇതൊരു കാരണമായേക്കാം. മനസ്സിലായി. അപ്പോ ലോണൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പോ RBI ലിക്വിഡിറ്റി ടൈറ്റ് ആക്കുമ്പോ ഷെയർ മാർക്കറ്റ് ഇന്നലെ കുറച്ചൊന്ന് താഴോട്ട് പോയല്ലോ. സെൻസെക്സ് 600-ൽ കൂടുതൽ പോയിന്റ് പോയി. നിഫ്റ്റി 25,400-നടുത്താന്ന് തോന്നുന്നു ക്ലോസ് ചെയ്തത്. എന്താ ഈ ഇടിവിന് കാരണം? ഇന്നലെ, അതായത് വ്യാഴാഴ്ച, വീക്ക്ലി F&O എക്സ്പയറി ആയിരുന്നു. എക്സ്പയറി ഡേ. അതെ. അപ്പൊ ട്രേഡേഴ്സ് പഴയ കോൺട്രാക്ട് ക്ലോസ് ചെയ്ത് പുതിയതിലേക്ക് മാറുന്ന ഒരു ദിവസമാണത്. അപ്പൊ സാധാരണ കുറച്ച് കൂടുതൽ വാങ്ങലും വിൽക്കലും ഒക്കെ നടക്കും. അതിന്റെ ഒരു വോളറ്റൈലിറ്റി, ചാഞ്ചാട്ടം ഉണ്ടാവും. ശരി, അതാണ് മെയിൻ കാരണം. പിന്നെ കൊട്ടക് ബാങ്ക്, ബജാജ് ഫിൻസർവ്, ഫിനാൻസ്, SBI, TCS, ഈ വലിയ സ്റ്റോക്കുകളൊക്കെ കുറച്ച് പ്രഷറിലായിരുന്നു. പക്ഷേ ഓട്ടോ, ഫാർമ ഓഹരികൾ കുഴപ്പമില്ലാതെ നിന്നു. എന്നാലും ഈ വർഷം മൊത്തത്തിൽ നോക്കുമ്പോൾ നിഫ്റ്റി ഒരു 8% മുകളിലാണല്ലോ. അപ്പോ ഇതൊരു ടെമ്പററി കറക്ഷൻ ആയിട്ട് കണ്ടാൽ മതിയോ? അതെ, ഒരു പരിധി വരെ അങ്ങനെ കാണാം. ലോങ് ടേമില് മാർക്കറ്റ് ഇപ്പോഴും പോസിറ്റീവ് തന്നെ. ഇനി വരാനിരിക്കുന്ന കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട്സ് ഇല്ലേ, ജൂൺ ക്വാർട്ടർ, അതെ, ആദ്യ പാദത്തിലെ റിസൾട്ട്സ്, അത് മാർക്കറ്റിന് അടുത്ത ഡയറക്ഷൻ കൊടുക്കുന്നതിൽ പ്രധാനമാവും. ശരി. മാർക്കറ്റിൽ ഈ ഒരു ചാഞ്ചാട്ടം ഉണ്ടെങ്കിലും രൂപയുടെ കാര്യത്തിൽ ചെറിയൊരു ആശ്വാസമുണ്ടല്ലേ. ഡോളറിനെതിരെ ഏതാണ്ട് 85.20, 85.30 റേഞ്ചിലേക്ക് എത്തി. എന്താ ഈ രൂപയുടെ ശക്തി കൂടാൻ കാരണം? അതിന് ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങൾ ഒരുമിച്ചു വന്നു. ഒന്ന്, ഇന്ത്യയിലേക്ക് നല്ല രീതിയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ US-ഉം ഇന്ത്യയും തമ്മിൽ ഒരു ട്രേഡ് ഡീൽ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ മാർക്കറ്റിലുണ്ട്. അതോടൊപ്പം അമേരിക്കൻ ഫെഡ്, അവരുടെ സെൻട്രൽ ബാങ്ക്, പലിശ നിരക്ക് കുറച്ചേക്കും എന്നൊരു തോന്നൽ, അത് കുറച്ചുകൂടി ശക്തമായി. അമേരിക്കയിലെ പ്രൈവറ്റ് സെക്ടറിലെ പുതിയ ജോലികളുടെ കണക്ക് വന്നു. അത് പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു. അപ്പോ ഫെഡ് ഈ മാസം തന്നെ റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യത 20% നിന്ന് 25% ആളുകൾ കാണാൻ തുടങ്ങി. ഇത് ഡോളറിനെ ഗ്ലോബലി വീക്കാക്കി. അപ്പോ രൂപ പോലുള്ള കറൻസികൾക്ക് അതൊരു ബൂസ്റ്റായി. അപ്പൊ അമേരിക്കയിലെ ഒരു മോശം ഡാറ്റ നമുക്കിവിടെ ഗുണമായി മാറി അല്ലേ? ഇത് ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് നല്ലതല്ലേ? തീർച്ചയായും. രൂപ സ്ട്രോങ് ആവുന്നത് ഇറക്കുമതി ചെലവ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോ അത് ഭാവിയിൽ വിലക്കയറ്റം കുറയാനും ഒരു ചെറിയ സഹായമായേക്കാം. നമ്മൾ ഈ വ്യാപാര കരാറുകളുടെ കാര്യം പറഞ്ഞല്ലോ. അമേരിക്കയും വിയറ്റ്നാമും തമ്മിൽ ഈയിടെ ഒരു ഡീൽ ഉണ്ടാക്കിയല്ലോ, 20% താരിഫിന്റെ കാര്യം.
അത് ഇന്ത്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് കാണാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. വിയറ്റ്നാമുമായി ഉണ്ടാക്കിയ പോലെ ഒരു ഡീൽ ഇന്ത്യയുമായും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നൊരു ശുഭാപ്തി വിശ്വാസം മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഉം. ഇന്ത്യ US ട്രേഡ് ചർച്ചകളുടെ അടുത്തൊരു പ്രധാന തീയതി വരുന്നത് ജൂലൈ 9 അപ്പൊ അന്നത്തെ ചർച്ചകൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് പ്രധാനമാണ്. ശരി. അതേസമയം രൂപയുടെ കാര്യത്തിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, RBI ഈ അടുത്തായിട്ട് മാർക്കറ്റിൽ നേരിട്ട് അധികം ഇടപെടുന്നില്ല. ആ അതുകൊണ്ട് രൂപയുടെ വിനിമയ നിരക്കിൽ കുറച്ചു വോളറ്റാലിറ്റി, അതായത് ചാഞ്ചാട്ടം കൂടിയിട്ടുണ്ട്. ഇത് കാരണം പല കമ്പനികളും റിസ്ക് കുറയ്ക്കാൻ ഹെഡ്ജിംഗ് ചെയ്യുന്നത് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ കമ്പനികൾ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ടുണ്ട്. ശരി, ഇനി സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ ആക്റ്റീവായ മറ്റൊരു ഏരിയ IPO മാർക്കറ്റ് ആണല്ലോ. മീഷോയുടെ IPOയെ കുറിച്ച് എന്തോ കേട്ടല്ലോ? അതെ, ഓൺലൈൻ റീറ്റെയിൽ പ്ലാറ്റ്ഫോമായ മീഷോ അവർ IPOക്ക് വേണ്ടി രഹസ്യമായിട്ട് DRHP ഫയൽ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഓഹോ. ഏകദേശം 4250 കോടി രൂപ സമാഹരിക്കാനാണ് പ്ലാൻ. ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവുമ്പോഴേക്കും ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. നല്ല വലുതാണല്ലോ. അതെ, അത് മാത്രല്ല ഈ ജൂലൈ മാസവും IPOയുടെ കാര്യത്തിൽ ഒരു തിരക്കുള്ള മാസമാവും. ക്രെഡില, NSDL, LG ഇലക്ട്രോണിക്സ് ഇന്ത്യ, JSW സിമെന്റ്, അങ്ങനെ കുറെ കമ്പനികൾ വരുന്നുണ്ട്. എല്ലാം കൂടെ ഒരു 240 കോടി രൂപയെങ്കിലും ഈ മാസം സമാഹരിക്കുമെന്നാണ് പ്രതീക്ഷ. ശരി. ഇത് മാർക്കറ്റിലുള്ള ഒരു കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. ഇന്ന് അമേരിക്കൻ മാർക്കറ്റ് അവധിയാണല്ലോ. ജൂലൈ 4 അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ. ഉം. അത് ഇന്ത്യൻ മാർക്കറ്റിനെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് അടഞ്ഞു കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്ലോബൽ ക്യൂസ്, അതായത് ആഗോള സൂചനകൾ കുറവായിരിക്കും. ശരിയാണ്. അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ട്രേഡിംഗ് വോള്യത്തിലും പിന്നെ ഈ പറഞ്ഞ ചാഞ്ചാട്ടത്തിലും ഒക്കെ ഒരു കുറവുണ്ടാക്കിയേക്കാം. ഒരു പക്ഷേ കുറച്ചുകൂടി ശാന്തമായ ഒരു ദിവസമായിരിക്കാം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന്. വളരെ നന്ദി. അപ്പോ കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ RBI പണലഭ്യത കുറയ്ക്കാൻ നോക്കുന്നു. മാർക്കറ്റിൽ ചെറിയ ചാഞ്ചാട്ടങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഈ വർഷത്തെ നേട്ടം ഇപ്പോഴും പോസിറ്റീവാണ്. രൂപ ശക്തിപ്പെടുന്നുണ്ട്. ട്രേഡ് ചർച്ചകളും IPO മാർക്കറ്റും സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ ഈ വിവരങ്ങൾ വെച്ച് നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇതൊക്കെ ഓർക്കുമല്ലോ. തീർച്ചയായും. ഇനിയിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. RBI ഇന്ന് നടത്തിയ ലേലത്തിന്റെ ഫുൾ റിസൾട്ട് എന്തായിരിക്കും? ജൂലൈ 9 ആ ട്രേഡ് ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകും? പിന്നെ അമേരിക്കയിൽ നിന്ന് വരാനിരിക്കുന്ന ജോബ് ഡേറ്റ, നമ്മുടെ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട്സ്. റിസൾട്ട് സീസൺ വരുന്നു. അതെ, പിന്നെ ഈ പുതിയ IPOകൾ മാർക്കറ്റ് എങ്ങനെ സ്വീകരിക്കും എന്നതും. ഒരു കാര്യം നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നന്നായിരിക്കും. അടുത്ത കുറച്ചു മാസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിനെ കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് RBIയുടെ ഈ നീക്കങ്ങൾ പോലുള്ള നമ്മുടെ ഡൊമസ്റ്റിക് കാര്യങ്ങളായിരിക്കുമോ, അതോ അമേരിക്കൻ പലിശ നിരക്ക്, ട്രേഡ് ഡീലുകൾ പോലുള്ള പുറത്തുള്ള കാര്യങ്ങളായിരിക്കുമോ? അതൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്.